السلام عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين، أما بعد. اللهم اغفر لنا وارحمنا ولوالدينا ولجميع المؤمنين والمؤمنات. യജമാനൻ അടിമ സ്ത്രീയെ നിക്കാഹ് ചെയ്തു കൊടുക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. വൈസവ്വിജു സയ്യിദുൻ, അങ്ങനെ കല്യാണം കഴിച്ചു കൊടുക്കാം. ചെറിയ അടിമ സ്ത്രീയാണെങ്കിൽ പോലും വിവാഹം ചെയ്തു കൊടുക്കാമെന്നാണ്. വൈസവ്വിജു സയ്യിദുൻ ബിൽ മിൽക്കി വലോ ഫാസിഖൻ, മിൽക്ക് കൊണ്ട് സയ്യിദ് വിവാഹം ചെയ്തു കൊടുക്കും. അയാൾക്ക് അതിനുള്ള അധികാരം എന്താ? വാപ്പ കുടുംബക്കാരനല്ല, യജമാനനാണ് എന്ന നിലക്ക്. വിലായത്തല്ല അധികാരം. വാപ്പാക്ക് മകൾ കെട്ടിച്ചു കൊടുക്കാനുള്ളതിൻ്റെ അധികാരത്തിൻ്റെ പേര് വിലായത്ത് എന്നാണ്, വലിയാവുക എന്നുള്ളതാണ്. ഇവിടെ മിൽക്ക് എന്നുള്ളതാണ്. ഒരു ഫാസിഖൻ, ഫാസിഖാണെങ്കിൽ പോലും നേരത്തെ വിലായത്ത് കൊണ്ടുള്ള വിവാഹത്തിൻ്റെ അധികാരത്തിന് ഫാസിഖിനെ പറ്റൂല എന്ന് പറഞ്ഞിരുന്നു. ഇവിടെ ഫാസിഖിനെയും പറ്റും. സയ്യിദ് വിവാഹം ചെയ്തു കൊടുക്കും. ആരെ? മഫൂല് ആമത്തുഹുൽ മംലൂക്കത്ത, ഉടമസ്ഥതയിലുള്ള അടിമ സ്ത്രീയെ. പക്ഷെ മുഴുവൻ അടിമ സ്ത്രീയുടെ മുഴുവനും ഇയാളുടെ ഉടമസ്ഥയിലായിരിക്കണം. കുറേ ആൾക്കാർ കൂടിയിട്ടുള്ള, എൻ്റെയും നിൻ്റെയും നിങ്ങളുടെയും ഒക്കെ കൂടിയിട്ടുള്ള ഒരു ഷെയറായിട്ടുള്ള അടിമ സ്ത്രീ എനിക്ക് കെട്ടിച്ചു കൊടുക്കാൻ പറ്റില്ല. അതാണ് അൽ മംലൂക്കത്ത കുല്ലുഹാലുഹു, മുഴുവനും ഉടമസ്ഥതയിലുള്ള. ലൽ മുഷ്തറക്ക, പങ്കാളിത്തമുള്ള അടിമ സ്ത്രീയെ എനിക്ക് കെട്ടിച്ചു കൊടുക്കാൻ പറ്റില്ല. പങ്കാളിത്തം എന്ന് പറയുമ്പോൾ പല രീതിയിലുണ്ട്. വലോബിഖ്തിനാമിൻ ബൈനഹു ബൈന ജമാഅത്തിൻ ഉഖ്റ, തനിക്കും മറ്റുള്ളവർക്കും കൂടെ വനീമത്തായിട്ട് ലഭിച്ചതാണ് യുദ്ധം മുതലായിട്ട്. അങ്ങനെ ആകുമ്പോൾ അത് വേണമെങ്കിൽ ഗൈരി റിദാദ് ജമീഇഹി, മുഴുവൻ ആളുകളുടെയും തൃപ്തിയില്ലാതെ പറ്റില്ല. മുഷ്തറക്കത്തിന്, ഇസ്തറക്ക എന്നാണ് പങ്കാളിയായി എന്നല്ലേ, മുഷ്തറക്കത്തായ അടിമ സ്ത്രീ വിവാഹം ചെയ്തു കൊടുക്കാൻ പറ്റില്ല. ബിഗൈരി റിദാദ് ജമീഇഹിം, മുഴുവൻ ആളുകളുടെയും തൃപ്തിയില്ലാതെ. മുഷ്തറക്കത്ത് എന്ന് പറയുമ്പോൾ അത് അനന്തരാവകാശം കിട്ടിയതാവാം, അല്ലെങ്കിൽ വനീമത്തായി ലഭിച്ചതാകാം. യുദ്ധത്തിൽ അടിമ സ്ത്രീകളെ കിട്ടുമല്ലോ. യഗ്തനമ വലൗ കാനൽ ഇസ്തിറാഖു എന്നാണ് സങ്കല്പിക്കേണ്ടത്. ലോവിന് ശേഷം കാന കളഞ്ഞിട്ടുണ്ട്. വലൗ കാനൽ ഇസ്തിറാഖു ബിഗ്തിനാമിൻ ബൈനഹു വബൈന ജമാഅത്തിൻ ഉഖ്റ, അമത്തിനെ വിവാഹം ചെയ്തു കൊടുക്കാം. വലൗ ബിക്റൻ സഗീറത്തൻ ഔ സയ്യിബൻ ഗൈറ ബാലിഗ ഔ കബീറത്തൻ ബിലാ ഇദ്നി മിൻഹ, ബിക്റാണെങ്കിലും ചെറിയ പെൺകുട്ടിയാണെങ്കിലും സയ്യിബാണെങ്കിലും ഗൈറ ബാലിഗ, പ്രായപൂർത്തിയാകാത്ത സയ്യിബാണെങ്കിലും ഔ കബീറത്തൻ, അല്ലെങ്കിൽ വലിയ പെൺകുട്ടിയാണെങ്കിലും ഒക്കെ കല്യാണം ചെയ്തു കൊടുക്കാം. ബിലാ ഇദ്നി മിൻഹ, സമ്മതല്ലാതെ. എന്തുകൊണ്ട് ഈ അടിമ സ്ത്രീയെ വേണമെങ്കിൽ ഭാര്യയെ പോലെ യജമാനോട് ഉപയോഗിക്കാമല്ലോ. വിവാഹം അല്ലാത്ത രീതിയിൽ തന്നെ അടിമ സ്ത്രീകൾ എന്ത് ചെയ്യാൻ ആൾക്ക് ഉപയോഗിക്കാം. അങ്ങനെ ഉപയോഗിക്കുമ്പോൾ അയാളുടെ ഉടമസ്ഥതയിലാണ് ആ സ്ത്രീയുടെ ബോധം ഉള്ളത്, അഥവാ തമത്വൻ്റെ അധികാരമുള്ളത്. അത് അയാൾക്ക് വേറെ ആൾക്ക് കൊടുക്കാമല്ലോ, അതിനിപ്പോൾ അവിടെ സമ്മതം വേണ്ടല്ലോ. ലിയന്നൻ നിക്കാഹ യരിദു അലാമ, ഈ നിക്കാഹ് എന്നുള്ളത് ബോധൻ്റെ മനഫഅത്തിന്മേൽ വരുന്നതാണ്, ജമാഅ ചെയ്യാനുള്ള അധികാരത്തിന് മേൽ വരുന്നതാണ്. അതിൻ്റെ ഉപകാരത്തിനാണ് നിക്കാഹ് എന്ന സംഗതി കടന്നു വരുന്നത്. നിക്കാഹ് യരിദു, അത് വരുന്നത് അലാ മനാഫിൽ ബുദഇ, സ്ത്രീയുടെ ബുദഇ ഫർജിൻ്റെ മനാഫിൻ്റെ മേലാണ് വരുന്നത്. വഹിയ, ഈ മനാഫിൽ ബുദഇ എന്നത് മംലൂക്കത്തുലഹു, അയാളുടെ അധീനതയിലുള്ളതാണ്, ഉടമസ്ഥതയിലുള്ളതാണ്. അതുകൊണ്ട് വലഹു, അയാൾക്കുണ്ടല്ലോ ഇജ്ബാറുഹ, അവളെ നിർബന്ധിക്കാമല്ലോ, അലൈഹി, അതിൻ്റെ മേൽ. പക്ഷേ വിവാഹം ചെയ്തു കൊടുക്കുമ്പോഴും പീഡനാകാൻ പാടില്ല. കുഫ്വായ ഭർത്താവിനോട് കെട്ടിച്ചു കൊടുക്കാൻ പറ്റും.
ഐബുള്ള ഭർത്താവിനോട് കെട്ടിപ്പിക്ക് കൊടുക്കാൻ പറ്റില്ല. മോശം ജോലി ചെയ്യുന്ന ഭർത്താവിനോട് കെട്ടിച്ചു കൊടുക്കാൻ പറ്റില്ല. ഫാസിഖായ ഭരനോട് കെട്ടിച്ചു കൊടുക്കാൻ പറ്റില്ല. പറ്റും, അവിടെ തൃപ്തി വേണം. അതേസമയത്ത് അടിമനോട് കെട്ടിക്കുക, താഴ്ന്ന തറവാടിലുള്ള അവളോടും കെട്ടിക്കുക. കാരണം അവൾക്ക് നസബില്ലല്ലോ. ഇപ്പോൾ ഇനി മുഖാത്തബിനോടും കെട്ടിക്കുക, അടിമപത്രം മോചിപ്പിക്കപ്പെട്ട യജമ. ഇനി ലാക്കിൻ പക്ഷേ ലായിസബിജുഹ, അയാൾ യജമാനൻ അവളെ വിവാഹം ചെയ്തു കൊടുക്കാൻ പാടില്ല. ലിഗൈരി കുഫ് ഇൻ, അനുയോജ്യനല്ലാത്ത ഭർത്താവിനോട്. എന്തുകൊണ്ടാണ് അനുയോജ്യനല്ലാതെ തീർന്നത്? ആ ബാഗിൻ്റെ അർത്ഥം ഇതാണ്. ബി ഐബിൻ എന്നുള്ള ബാഗിന് നമ്മളിവിടെ പ്രത്യേക അർത്ഥം മനസ്സിലാക്കുന്നു. പലയിടത്തും വരും, ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അനുയോജ്യനല്ലാത്ത ഭർത്താവിനോട് വിവാഹം ചെയ്തു കൊടുക്കാൻ പറ്റില്ല. അവിടെ ചെറിയൊരു ചോദ്യം സങ്കല്പിക്കുക. എന്തുകൊണ്ടാണ് ഒരാൾ അനുയോജ്യനല്ലാതായി തീരുന്നത്? അവിടെ കൊടുക്കുന്ന ബാ ആണ് ഈ ബാഗ്, തസ്വീറിൻ്റെ ബാഗ് എന്ന് പറയും. ആ സംഗതിയെ രൂപപ്പെടുത്തിയെടുക്കാനുള്ളത് അത് ബിൻ മുസ്ബിത്തില്ലിൽ ഖിയാരി, ഖിയാറിനെ സ്ഥിരപ്പെടുത്തുന്ന ഐബ് കാരണമായിട്ട്. ഖിയാർ എന്ന് പറഞ്ഞാൽ വിവാഹമെന്ന് വേർപ്പെടുത്താൻ. ഇപ്പോൾ ഒരു പെണ്ണിനെ കെട്ടിച്ചു, ഭർത്താവ് ചെന്ന് നോക്കിയപ്പോൾ പെണ്ണിന് നല്ല ഭ്രാന്താണ്, അല്ലെങ്കിൽ ഭർത്താവിന് നല്ല ഭ്രാന്താണ്. ആ നിക്കാഹ് ഫസ്ഖ് ചെയ്ത് വീട്ടിലേക്ക് പോരാനുള്ള അവകാശമുണ്ട്. അതാരും കൊടുത്തു തരാം, അള്ളാഹ് കൊടുത്തതാണ്. അതാണ് ഖിയാർ. ഈ ഖിയാറിനെ നഷ്ടപ്പെടുത്തുന്ന ഐബ് കൊണ്ടുണ്ടാവാം കുഫല്ലാതിരിക്കാം. ഔ ഫിസ്ഖിൻ, അല്ലെങ്കിൽ അയാൾ അധാർമികനായതുകൊണ്ട്. ഔ ഹെർഫത്തിൻ ദനീയത്തിൻ, അല്ലെങ്കിൽ മോശം ജോലി ചെയ്യുന്ന കാരണം കൊണ്ട്. അത് ഒറ്റ മോശം ജോലി ചെയ്യുന്ന ഒരാളെ കൊണ്ട് മകളെ കെട്ടിക്കുമ്പോൾ അവൾക്കും അത് മോശമല്ലേ? അവരോട് കെട്ടിക്കാൻ പറ്റില്ല. അതിൻ്റെ ബാക്കിയില്ല ഇസബ്ജിഹാൽ ഗൈരി കുഫിൻ ഇല്ലാ ബിരിളാഹ ലഹു, അവൾ തൃപ്തിപ്പെട്ടാലല്ലാതെ. ആ കുഫു അല്ലാത്ത ഭർത്താവിനെ തൃപ്തിപ്പെടുകയാണെങ്കിൽ ഒഴിക്കും. ഫലഹു തസ്ബീജുഹാ ബിറഖീഖിൻ വദനിയ്യി നസബിൻ, അടിമയോട് കെട്ടിക്കാം. ഉയർന്ന കുടുംബമല്ല, താഴ്ന്ന ദനിയ്യ് എന്ന് പറഞ്ഞാൽ ധനിയ്യ് ധനാഅത്ത് പറഞ്ഞാൽ താഴ്ച എന്നാണ്, കുറവ്, പോരായ്മ, അതൊക്കെ പറയും. ദനിയു നസബ ഏതാണ്, മുന്തിയ നസബ ഏതാണെന്നൊക്കെ പറയുന്നുണ്ട്. എന്താ കെട്ടിക്കാന്ന് പറയാൻ കാരണം? ഗൈരി അദമിൻ നസബില്ല, അവൾക്ക് നസബല്ലല്ലോ. അതായത് പരിഗണിക്കപ്പെടുന്നൊരു നസബ അവൾക്കില്ലല്ലോ. ഇനി അടിമ പത്രം എഴുതപ്പെട്ട അടിമമോചനം എഴുതപ്പെട്ട അടിമ എന്ന് പറയുമ്പോൾ അയാൾ മുഴുവൻ സ്വതന്ത്രനല്ല, മുഴുവൻ അടിമയല്ല. അയാൾ ഇത്ര സംഖ്യ യജമാനന് കൊടുത്താൽ അയാൾ മോചിതനാകും. ആ ഒരു സ്ഥാനത്തുള്ള ആളാണ് മുക്കാത്തബ്. അയാൾക്കൊരു അടിമ സ്ത്രീ ഉണ്ടെങ്കിൽ ആരാ കെട്ടിക്കേണ്ടത്? അയാൾ മുക്കാത്തബ് തന്നെയാണ്, അല്ലാതെ മുക്കാത്തബിൻ്റെ യജമാനൻ അല്ല. വലിൽ മുക്കാത്തബിനാകുന്നു ഇലാരി സയ്യിദിഹി, അയാളുടെ യജമാനനല്ല, മുക്കാത്തബിനാണ് അധികാരം. തസ്വീജു അമത്തിഹി, ആ മുക്കാത്തബിൻ്റെ അമത്തിനെ വിവാഹം ചെയ്ത് കൊടുക്കേണ്ടത് മുക്കാത്തബാണ്, മുക്കാത്തബിൻ്റെ യജമാനനല്ല. പക്ഷെ എന്തുണ്ട്? അതിനലഹു സയ്യിദുഹു ഫീഹി, അയാളുടെ യജമാനൻ അയാൾക്കതിന് സമ്മതം നൽകിയിട്ടുണ്ടെങ്കിൽ, അതിനലഹു ആ മുക്കാത്തബിന്, ലഹുവിൻ്റെ തമ്പീർ മുക്കാത്തബിന് സമ്മതം നൽകിയിട്ടുണ്ടെങ്കിൽ, സയ്യിദുഹു മുക്കാത്തബിൻ്റെ യജമാനൻ, ഫീഹി മുക്കാത്തബിൻ്റെ അടിമ സ്ത്രീ വിവാഹം ചെയ്ത് കൊടുക്കുന്നതിന്. ഇനി ഒരു അടിമ സ്ത്രീ യജമാനനോട് പറയുകയാണ് എന്നെ കെട്ടിക്കണമെന്ന് പറഞ്ഞാൽ കെട്ടിക്കൽ നിർബന്ധമുണ്ടോ? നിർബന്ധമല്ല. എന്തുകൊണ്ട്? കല്യാണം കഴിച്ചാൽ പിന്നെ അതിൻ്റെ വില കുറയില്ലേ വിൽക്കുമ്പോൾ? വിവാഹം ചെയ്യാത്ത അടിമ സ്ത്രീയെ വിറ്റാൽ വില കൂടുതൽ കിട്ടും. കാരണം ഒരു ഭാര്യയെ പോലെ ഉപയോഗിക്കാമല്ലോ, ഭാര്യയോ പോലെ പെരുമാറാലോ. വലോ തലബത്തിൽ അമത്തു തസ്വീജഹ, ഒരടിമ സ്ത്രീ അവളെ വിവാഹം ചെയ്ത് കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടാൽ ലമെൽസം സയ്യിദിന് അത് നിർബന്ധമല്ല. ലമെൽസം നമീർ തസ്വീജിലേക്കാണ്. ആ തസ്വീജ് നിർബന്ധമില്ല. ആർക്ക്? മഫൂല്
സീദൻ എന്നഹു യൻഖുസു ഖീമത, കാരണം അത് അതിൻ്റെ വില കുറക്കും. നഖസ എന്ന വാക്കിനർത്ഥം കുറഞ്ഞു എന്നുണ്ട്, കുറച്ചു എന്നുണ്ട്. ലാസിമായിട്ട് മുതഅദ്ദിയായിട്ട് ഉപയോഗിക്കുന്ന പദമാണ് നഖസ. നഖസ കുറഞ്ഞു, കുറച്ചു. ഇവിടെ കുറക്കുന്നതാണ്, മുതഅദ്ദിയാണ്. ഖാല ശൈഖുനാ യുസബ്ബിതുൽ ഹാകിമു അമത കാഫിരിൻ അസ്ലമത് ബിഇദ്നിഹി വൽ മൗഖൂഫത ബിഇദ്നിൽ മൗഖൂഫി അലൈഹിം ഐ ഇൻ ഹസറു വ ഇല്ലാ ലം തുസബ്ബജ് ഫീമാ യദ്ഖുലു. ഈ അടിമ സ്ത്രീകളെ കാര്യം, അടിമയുടെ കാര്യം എന്തിനാ അപ്പം പറയണമെന്ന് നിങ്ങൾ ചോദിക്കും. അതിപ്പോഴല്ലേ ഇല്ലാതായത്, ഒരു നൂറ്റാണ്ടായിട്ട്. ഇതുവരെ അടിമ സമ്പ്രദായം, അടിമ സ്ത്രീകളുടെ സമ്പ്രദായം ഉണ്ടായിട്ടുണ്ടല്ലോ. ഇനി ഉണ്ടാവില്ല എന്ന് പറയാൻ പറ്റുമോ? അതും പറയാൻ പറ്റില്ല. ലോകം പല കോലത്തിലേക്കാണ് പോകുന്നത്. ഏറ്റവും ചുരുങ്ങിയത് ഇതൊക്കെ അവരുടെ അവകാശവും അവർക്ക് ദീനുൽ ഇസ്ലാം നൽകുന്ന ഓരോ കാര്യങ്ങളിലുള്ള നിയമങ്ങളും നമുക്ക് മനസ്സിലാക്കാമല്ലോ. അടിമകൾ എന്ന് പറയുന്നത് അങ്ങനെ ആയിരുന്നില്ലല്ലോ. ഒരവകാശമില്ലാത്ത മൃഗങ്ങളായിരുന്നു. ഷെയ്ഖുന പറഞ്ഞു, ഇനി ഒരു കാഫിറായൊരു മനുഷ്യൻ്റെ അടിമ സ്ത്രീ മുസ്ലിമായാൽ, അപ്പോൾ പിന്നെ യജമാന് കെട്ടിച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ. മുസ്ലിമത്തായ പെണ്ണിനെ കെട്ടിച്ചു കൊടുക്കാൻ കാഫിറിന് അധികാരം ഉണ്ടാവില്ലല്ലോ. അവിടെ ആരാ കെട്ടിക്കേണ്ടത്? ഭരണാധികാരിയാണ്, ഖാദിയാണ്. അതുപോലെ ഒരു വഖഫ് ചെയ്യപ്പെട്ട അടിമ സ്ത്രീ ഉണ്ടെങ്കിൽ ആ അടിമ സ്ത്രീയെ ഭരണാധികാരി തന്നെയാണ് കെട്ടിക്കുക. പക്ഷേ മൗഖൂഫ് അലൈഹിമിൻ്റെ സമ്മതം വേണം. ആരുടെ മേലാണോ വഖഫ് ചെയ്യപ്പെട്ടത് അവരുടെ സമ്മതം വേണം. അവർ നിശ്ചിത ആളുകളാണ്. നിശ്ചിത ആളുകളല്ലെങ്കിൽ, കണക്കില്ലാത്ത ആളുകളുണ്ടെങ്കിൽ പിന്നെ കെട്ടിക്കാൻ നിർവാഹമല്ല. ഖാലിശേഖന ഇസബിജിൻ ഹാക്കിം വിവാഹം ചെയ്തു കൊടുക്കണം അമത്ത കാഫിരിൻ അസ്ലമത്ത്, മുസ്ലിമായ ഒരടിമ സ്ത്രീയുടെ, ഒരു കാഫിറിൻ്റെ അടിമ സ്ത്രീ അവരെന്ത് ചെയ്തു? മുസ്ലിമായി. പക്ഷെ എന്താണ്, അയാളുടെ സമ്മതമാണ് കേട്ടോ. അയാളുടെയും അവളുടെയും സമ്മതം വേണം. വൽ മൗഖൂഫത്ത, അമത്ത എന്നൊരു കഥഫ്, അമത്തിനെ കെട്ടിക്കും. ഇസബിജുൽ ഹാക്കിമു ഫിലും ഫായില് അമത്ത കാഫിരിൻ, കാഫിറിൻ്റെ അമത്ത് മഫൂലാണ്. അമത്ത കാഫിർ മുദാഫിരിയാണ്. ഇനി അമത്തിനോട് കഥഫ് ഒരു മൗഖൂഫത്ത, മൗഖൂഫത്തിനെയും ഹാക്കിമ് കെട്ടിക്കും. ഇതിനിൽ മൗഖൂഫി അലൈഹിം, ആരുടെ മേലിലാണോ, ആരുടെ ഉപയോഗത്തിന് വേണ്ടിയാണോ വഖഫ് ചെയ്തത് അവരെ സമ്മതപ്രകാരം. പക്ഷേ അതായത് ഈ നിൻഹസറു അവർ നിശ്ചിത എണ്ണമാണെങ്കിൽ, വൈല്ല നിശ്ചിത എണ്ണമൊന്നുമല്ല, കുറേ സാധുക്കൾക്ക് എന്ന് പറഞ്ഞ് വഖഫ് ചെയ്താണെങ്കിലോ എത്ര സാധുക്കളുണ്ടാകും? ലം തുസബ്ബജ്, അവളെ കെട്ടിക്കാൻ പറ്റില്ല എന്നാണ് മനസ്സിലാകുന്നത്. ഫീമായ ദഹറു ഫുഖഹാഇൻ്റെ കലാമിൽ നിന്ന് മനസ്സിലാകുന്നത് പ്രകാരം. പക്ഷേ അവിടെ നാദിറിൻ്റെ ആ വഖഫിൻ്റെ മേൽനോട്ടക്കാരൻ്റെ സമ്മതത്തോടുകൂടെ കെട്ടിക്കാമെന്നും അഭിപ്രായമുണ്ട്. ഭരണാധികാരിക്ക് അഭിപ്രായ വ്യത്യാസങ്ങളൊന്നും വിഷയം കേട്ടോ, ഏത് അഭിപ്രായം എടുത്തും പ്രവർത്തിക്കാം. ഖാദിക്കേ വലാ യങ്കിഹു അബ്ദുൻ വലൗ മുക്കാത്തം ഇല്ലാ ബിഇദ്നി സയ്യിദിഹി വലൗ കാന സയ്യിദു ഉൻസ സവാഉൻ അത്ലഖൽ ഇദ്ന മുഖയ്യദ ബിംറഅത്തി മുഅയ്യനത്തിൻ ഔ ഖബീലത്തിൻ ഫയങ്കിഹു ബിഹസ്ബി ഇദ്നിഹി വലാ യഅദലു അമ്മാ അദീന ലഹു ഫീഹി മുറാഅതൻ ലിഹഖിഹി ഫഇൻ അദലനഹു ലം യസിഹ നിക്കാഹ്. ഇനി ഒരു അടിമക്ക് കല്യാണം കഴിക്കണമെന്നുണ്ടെങ്കിൽ യജമാനൻ്റെ സമ്മതം ആവശ്യമാണ്. അടിമ സ്ത്രീനെ കെട്ടിക്കണ കാര്യം അപ്പോൾ പറഞ്ഞു. ഇനി അടിമക്ക് കല്യാണം കഴിക്കണമെന്നുണ്ടെങ്കിൽ യജമാനയുടെ സമ്മതമാണ്. കാരണം അയാൾ കല്യാണം കഴിച്ചാൽ പിന്നെ ആ പെണ്ണിന് ചിലവ് കൊടുക്കേണ്ടി വരും, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ വരും. അപ്പോൾ യജമാനന് ഈ അടിമനെ കൊണ്ടുള്ള ഉപകാരം നഷ്ടപ്പെടും. അപ്പോൾ സമ്മതമാണ്. അടിമ എന്ന് പറയുമ്പോൾ, യജമാനൻ എന്ന് പറയുമ്പോൾ പെണ്ണായാലും മതി. യജമാൻ്റെ സമ്മതം വേണം. എങ്ങനെയാണോ സമ്മതം കൊടുത്തത് അതേ പ്രകാരം കല്യാണം കഴിക്കുക. ഇന്ന പെണ്ണിനെ കെട്ടിക്കോ എന്ന് പറഞ്ഞാൽ ഇന്ന പെണ്ണിനെ കെട്ടുകയാണ്, അത്രയേ ഉള്ളൂ. ആ കൽപ്പിക്കപ്പെടുന്ന പോലെ ചെയ്യാം. വലാ യങ്കിഹു അബ്ദുൻ, ഒരടിമ വിവാഹം ചെയ്യുന്നതല്ല. വലോ മുഖാത്തബൻ, അടിമ മോചന പത്രം കരാർ എഴുതപ്പെട്ട അടിമയാണെങ്കിൽ പോലും വിവാഹം ചെയ്യൂല ഇല്ലാ ബിഇദ്നി സയ്യിദ്, യജമാൻ്റെ സമ്മതമല്ലാതെ. വലോ കാന സയ്യിദു ഉൻസ, യജമാനൻ ഇനി അടിമയാണെങ്കിൽ പോലും. സവാഉൻ അത്ലഖൽ ഇദ്ന, അയാൾ നിരുപാധികം സമ്മതം നൽകട്ടെ. അം ഖയ്യദ ബിംറഅത്തിൻ മുഅയ്യനത്തിൻ ഔ ഖബീലത്തിൻ, അല്ലെങ്കിൽ നിശ്ചിത
സ്ത്രീയെ കൊണ്ട് അല്ലെങ്കിൽ ഒരു കബീല, ഒരു ഗോത്രം എന്ന് പറഞ്ഞുകൊണ്ട് ഉപാധി പറഞ്ഞാലും അല്ല നിരുപാധികം സമ്മതം പറഞ്ഞാലും ഔ കയ്യത് അല്ലെങ്കിൽ ഉപാധി പറഞ്ഞു എന്ത് ബിംറാത്തി നിശ്ചിത പെണ്ണിനെ കല്യാണം കഴിക്കുക ഔ കബീലത്തിന് അല്ലെങ്കിൽ ഇന്ന ഗോത്രത്തിലെ കബീല എന്ന് പറഞ്ഞിട്ട് ഏതായാലും കല്യാണം കഴിക്കാം. പക്ഷേ ഫൻജുഹുബീദിനി ഹസബീദിനി അയാളുടെ സമ്മതത്തിനനുസരിച്ചിട്ടാണ് അയാൾ വിവാഹം ചെയ്യേണ്ടത്. വലായദിലു അമ്മ അദീന ലഹു ഫിഹി അവന് നൽകിയ സമ്മതത്തിൽ നിന്ന് അയാൾ തെറ്റാൻ പാടില്ല. വലായദിലു അവൻ തെറ്റാൻ പാടില്ല, മാറാൻ പാടില്ല. എന്തെല്ലാം തെറ്റി മാറി. അമ്മ ഉദീന ലഹു എന്തിനാണോ അവന് സമ്മതം നൽകപ്പെട്ടത് ആ കാര്യത്തിൽ തൊട്ട്. എന്തുകൊണ്ട് മുറാത്തൽ ഹക്ക് യജമാനൻ്റെ ഹക്കിനെ പരിഗണിച്ചതിന് വേണ്ടി. ഫൈൻ അതിലാനുകൂലം യുസ്യനിക്കാവൂ ആ നിബന്ധനയിൽ നിന്ന് ഉപാധികളിൽ നിന്ന് മാറിയിട്ടാണ് വിവാഹം ചെയ്തതെങ്കിൽ ലം യുസ്യഹ നിക്കാഹ് നിക്കാഹ് സഹിയല്ല. അപ്പോൾ സമ്മതം നിക്കാഹ് ചെയ്ത സമ്മതം വാങ്ങാതെ ഒരടിമ നിക്കാഹ് ചെയ്താലോ വലൗ നക്കഹൽ അബ്ദു ബിലാ ഇതിന് സയ്യിദിഹി യജമാൻ്റെ സമ്മതമല്ല നിക്കാഹ് ചെയ്താൽ പത്ര നിക്കാഹ് എന്ത് ചെയ്യും ബാത്തിലാകും. വൈഫറഖ് ബൈനഹുമ അവർക്കിടയിൽ പിരിക്കപ്പെടുകയും വേണം. പക്ഷേ മാലിക്കുമ പറഞ്ഞ് പിരിക്കേണ്ടതില്ല. അപ്പം ഇനി സമ്മതമല്ല നിക്കാഹ് ചെയ്ത് വത്ത് നടന്നാലോ ഫൈൻ വത്ത് ചെയ്താൽ ഫലാശൈ അലേഹി അവനെതിരെ എന്തില്ല നടപടിയൊന്നും ഇല്ല. ഹദ്ദുണ്ടല്ലോ വ്യഭിചാരത്തിൻ്റെ അങ്ങനത്തെ ശിക്ഷ ഒന്നുമില്ല. ബി റസീദത്തിൻ മുഖ്താറത്തിൻ അവനൊന്നും കൊടുക്കണ്ട. ഫലാ ചെയ്യാൻ ഈ അവൻ മഹറായിട്ടൊന്നും കൊടുക്കേണ്ടതില്ല. അല്ലെ റഷീദത്തിൻ മുഖ്താറത്ത് റഷീദായ ഭാര്യയ്ക്ക് മുഖ്താറത്തിൻ വിവാഹം തിരഞ്ഞെടുത്ത ബുദ്ധിയും പ്രായപൂർത്തിയൊക്കെ ഉള്ള ഭാര്യനെയാണ് അയാൾ കല്യാണം കഴിച്ചതെങ്കിൽ ആ ഭാര്യയ്ക്ക് എന്താണ് അയാളൊന്നും കൊടുക്കേണ്ടതും ഇല്ല. വത്ത് നടന്നിട്ടുണ്ടെങ്കിൽ സാധാരണ വത്ത് നടന്നാൽ മഹർ കൊടുക്കണം എന്നല്ലേ. ഇവൻ എന്താക്കണ്ട, ഇവൻ കല്യാണം കഴിച്ചത് റഷീദത്തും മുഖ്താറത്തുമായൊരു പെണ്ണാണെങ്കിൽ ഒന്നും കൊടുക്കണ്ട. ഫലാശയാലും ഒന്നും കൊടുക്കണ്ട. അമ്മ സഫീഹത്തു വസഗീറത്തു അവൻ കല്യാണം കഴിച്ചത് യജമാനൻ്റെ സമ്മതമില്ല വിവാഹം ചെയ്ത പെണ്ണ് സഫീഹത്താണ്. റഷീദത്തിൻ്റെ മുഖാബിലാണ് സഫീഹത്ത്, അന്തല്ലാത്ത പെണ്ണിനെയാണ്. പക്വത വന്ന ആൾക്കാണ് റഷീദ് എന്ന് പറയാം. അതൊക്കെ നമ്മൾ മുമ്പ് ഈ ലമാൻ്റെ പാഠത്തിലും ഹജറിലെ ജപ്തിൻ്റെ പാഠത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. റഷീദാകുക എന്ന് പറഞ്ഞാൽ എന്താണ്, ദീനും ദുനിയാവും നന്നാവുക. അപ്പോൾ ആ സഫീഹത്തും സഗീറത്തും ചെറിയ പെൺകുട്ടിയുമാണെങ്കിൽ ഫേലിസമു ഫീഹിമ രണ്ടു പേർക്കും അവൻ കൊടുക്കൽ നിർബന്ധമാണ്. മഹ്റു മിസ്ല് കൊടുക്കൽ നിർബന്ധമാണ്. ഇനി അടിമക്ക് അടിമ സ്ത്രീയെ വെക്കാൻ പറ്റുമെന്നോ തസരി എന്നാണ് പറയാം. വിവാഹം ചെയ്യാമെന്ന് പറഞ്ഞു, സമ്മതം ഉണ്ടെങ്കിൽ വിവാഹം ചെയ്യാമെന്ന് പറഞ്ഞു. അടിമ സ്ത്രീനെ വെക്കാൻ പറ്റുമോ? അത് പറ്റില്ല. അടിമ സ്ത്രീയെ വെച്ചിട്ട് ജിമാ ചെയ്യാൻ പറ്റുമെന്ന് അത് സ്വതന്ത്രനായാക്കിയേ പറ്റൂ. വലാ യജൂസില്ല അവധി അടിമക്ക് അനുവദനീയമല്ല. വലോ മൗദൂനം വിചാരത്തി കച്ചവടത്തിന് സമ്മതം കിട്ടിയ ആണെങ്കിൽ പോലും കച്ചവടം ചെയ്യാൻ സമ്മതം കിട്ടിയിട്ടുണ്ട്, അങ്ങനത്തെ അടിമക്ക് പോലും ജായിസല്ല. ആ മുക്കാത്തവൻ അത് ഈ മുക്കാത്തമാണെങ്കിൽ പോലും അനുവദനീയമല്ല. അയ്യത്തസറ അടിമ സ്ത്രീയുടെ ഭാര്യ അടിമ സ്ത്രീയെ എണ്ണയാക്കിയിട്ട് വെക്കൽ. വൈൻ ജാസലുഹു നിക്കാഹുബിലിതിന് സമ്മതത്തോടുകൂടെ നിക്കാഹ് ചെയ്യാൻ പറ്റുമെങ്കിൽ പോലും അടിമ സ്ത്രീയെ ഇണയാക്കി വെക്കാൻ പറ്റൂല. എന്നാൽ മൗദൂനലഹു കാരണം സമ്മതം നൽകപ്പെട്ട ആ വ്യക്തി ലായമലിക്കു അവൻ ഉടമയാക്കാത്ത വ്യക്തിയാണ്. കാരണം അടിമക്ക് ഉടമസ്ഥതല്ലല്ലോ. എന്നാൽ മൗദൂനലഹു കാരണം സമ്മതം നൽകപ്പെട്ട ലായമലിക്കു മിൽക്കില്ലാത്ത ആളാണല്ലോ. അടിമ എന്ന് പറഞ്ഞാൽ മിൽക്കില്ലല്ലോ. അയാൾക്കൊരു പൈസ കൊടുത്താൽ യജമാനായിട്ട് ആകുക. അയാൾക്കൊരു സാധനം വാങ്ങാനും വിൽക്കാനൊന്നും പറ്റില്ല. വാങ്ങുന്നു വിൽക്കുന്നതൊക്കെ യജമാന് വേണ്ടിയായിരിക്കും. സ്വന്തം ഉടമസ്ഥതയിൽ ഒരു വസ്തു പോലും ഉണ്ടാവില്ല അടിമക്ക്. അപ്പോൾ ഈ മൗദൂനലഹു ലായമലിക്കു മിൽക്കില്ലാത്ത ഒരാളാണല്ലോ. പിന്നെ മുക്കാത്തവനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഉടമസ്ഥത പൂർണ്ണമായിട്ടുമില്ലല്ലോ. വലിയ ഫിൽ മിൽക്ക് ദുർബലമാണല്ലോ. ഫിൽ മുക്കാത്തബി അടിമപത്രം എഴുതപ്പെട്ടതിൽ പൗതി അടിമ പൗതി സ്വതന്ത്രൻ എന്ന രീതിയിലാണല്ലോ ഉള്ളത് മുക്കാത്തബ്. ഇനി വലവ് തലബൽ അബ്ദുൽ നിക്കാഹ അടിമ നിക്കാഹ് വേണമെന്ന് ആവശ്യപ്പെട്ടാൽ അജ്മാല സയ്യിദ് ഇജാബത്തുഹു യജമാനിന് അയാൾക്ക് മറുപടി കൊടുക്കലും ഉത്തരം കൊടുക്കലും സമ്മതം കൊടുക്കലും നിർബന്ധമില്ല. വലവ് മുക്കാത്തബാണെങ്കിൽ പോലും.
ഇനി സമയം കഴിഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ പറയാം. ബാക്കി അള്ളാഹു നാഫിയായാലും പ്രദാനം ചെയ്യട്ടെ. അള്ളാഹു നമ്മെ സ്വീകരിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.